ക്രിസ്മസ് ക്ലീനിംഗ് 2 ആഴ്ച വിജയകരമായി പിന്നിട്ടിരിക്കുകയാണ്. 3-ാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിൻ്റെ ക്ലീനിങ് എന്നുള്ളൊരാശയവുമായി നമുക്ക് സിസ്റ്റർ ഹേസ്ലെറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്നേഹപൂർവ്വം സിസ്റ്റർ ഹേസ്ലെറ്റിനെ സ്വാഗതം ചെയ്യാം. സിസ്റ്റർ ഹേസ്ലെറ്റെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്റർ ജോസിയ, എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു. നമ്മുടെ ക്രിസ്മസ് ക്ലീനിങ് പ്രോഗ്രാം മനോഹരമായിട്ട് 2 ആഴ്ച ചെയ്തതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു നമ്മളുടെ കമ്മ്യൂണിറ്റികളിലും ഒരുപാട് മനുഷ്യരും സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരും നമ്മളോട് അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷത്തോടു കൂടിയുള്ള പ്രതികരണങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആഴ്ച നമുക്ക് പ്രധാനമായിട്ടും മനസ്സിൻ്റെ ഒരു ക്ലീനിങ്ങിലേക്ക് കിടക്കാം. അതെ, പ്രത്യേകമായിട്ട് ബുദ്ധി, ഓർമ്മ, മനസ്സ്, ഇത് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഭാഗമാണല്ലോ. അതെ, ഇത് മൂന്നും ശുദ്ധമാകുവാണെങ്കിൽ ഈ യാത്ര ക്രിസ്മസിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടി സന്തോഷപ്രദമാക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിനെ കീഴടക്കുന്നവൻ കോട്ട പിടിച്ചെടുക്കുന്നവനേക്കാൾ വലിയ ശക്തനാണെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഇന്നത്തെ ദിവസം, ഈ ഒരാഴ്ച, ഇനി വരുന്ന ആഴ്ച നമുക്ക് മനസ്സിൻ്റെ ക്ലീനിങ് എങ്ങനെ നടത്താം എന്നുള്ളൊരാശയത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ മനസ്സിൻ്റെ ക്ലീനിങ് എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഓർമ്മ ഒന്ന് ശുദ്ധമാകണം. അതിൻ്റെ അകത്തേക്ക് നമ്മ മനസ്സിനെ ഉത്കൃഷ്ടമായ ചിന്തകൾ കൊണ്ട് നിറച്ചാൽ അതൊരു ശുദ്ധിയായിരിക്കും. അപ്പോൾ സിസ്റ്റർ ജോസി ഓർക്കുന്നുണ്ടോ, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ടീച്ചർ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് കൊടുത്ത കഥ? ഉണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അറിയാം. ഓക്കെ, ഒരു ടീച്ചർ ഒരിക്കൽ കുട്ടികളെ ഇങ്ങനെ വളരെ മനോഹരമായിട്ടൊരു മോട്ടിവേഷണൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവർക്കൊരു എക്സസൈസ് കൊടുത്തു. അവരുടെ കൈകളിൽ 10 ഉരുളക്കിഴങ്ങ് വീതം കൊടുത്തിട്ട് അവരോട് പിറ്റേ ആഴ്ച വരെ ഇത് സൂക്ഷിക്കണമെന്നും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും കുളിക്കുമ്പോഴും എപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് ഇത് മാറ്റാതെ സൂക്ഷിക്കണമെന്നും അവർക്ക് നിർദ്ദേശം കൊടുത്തു വിടുകയുണ്ടായി. അപ്പോൾ പിള്ളേർ വളരെ ആവേശപൂർവ്വം ഇത് സ്വീകരിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസം, 1-2 ദിവസം വളരെ സന്തോഷമായിട്ട് ഇവർ ഇതും ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് ഇതിങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവർ അയൽവക്കത്തെ വീടുകളിൽ പോയപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ സന്ദർശനത്തിന് പോയപ്പോഴും ഒക്കെ ഇവർ ഇതും കൊണ്ട് പോയി. പക്ഷേ ഒരു 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസമൊക്കെ ആയപ്പോഴേക്കും പിള്ളേർക്ക് ഇതൊരു ഭാരമാകാൻ തുടങ്ങി. അപ്പോൾ ഇവരത് മാറ്റാൻ പറ്റുന്നില്ല. 1-2 പേർക്ക് കൊടുത്തതൊക്കെ പതുക്കെ ചീയാൻ തുടങ്ങി. ഒരെണ്ണം ചീയുമ്പോൾ നമുക്കറിയാം, ഒരു ഉരുളക്കിഴങ്ങ് ചീഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ദുർഗന്ധം എത്രമാത്രമാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ പതുക്കെ കുട്ടികൾക്കത് അസ്വസ്ഥതയാകാൻ തുടങ്ങി. ഇവർ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നിടത്തുനിന്ന് കാരണവന്മാർ അപ്പടി ദുർഗന്ധമാണ് എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചു വിടാൻ തുടങ്ങി. അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നു. പക്ഷേ ടീച്ചറിന് നിർദ്ദേശമുണ്ട്, എന്ത് ഇത് മാറ്റാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട്. ഇവർ ഒരാഴ്ച കടിച്ചു പിടിച്ച് ഈ കുട്ടികൾ ഇതും കൊണ്ട് ചെന്നു. ടീച്ചറെ, ഇത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് അതിന് കാരണം അന്വേഷിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത് എങ്ങനെയാണ്, ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു, ഇതിൻ്റെ ദുർഗന്ധം കാരണം ഞങ്ങളെയും മനുഷ്യർ മാറ്റി നിർത്തുന്നു, വീട്ടിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു, ഇതിൻ്റെ ദുർഗന്ധം കാരണം ഞങ്ങൾക്ക് കിടക്കാൻ വയ്യ, പഠിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അങ്ങനെ. അപ്പോൾ ടീച്ചർ അതിനകത്തുനിന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു സന്ദേശമുണ്ട്. ഇങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് ചീഞ്ഞതിൻ്റെ മണം കൊണ്ട് നമുക്ക് നടക്കാൻ വയ്യെങ്കിൽ നിങ്ങളത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കളയുമ്പോൾ അതിൻ്റെ ദുർഗന്ധം പോകുന്നത് പോലെ ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ വേദനിപ്പിക്കുന്ന ചിന്തകൾ, അസ്വസ്ഥതയുടെ ചിന്തകൾ, നമ്മൾ തന്നെ നെഗറ്റീവ് ചിന്ത, പോസിറ്റീവ് ചിന്ത എന്നൊക്കെ വിളിക്കുമ്പോഴും സിസ്റ്റർ ഹേസ്ലെറ്റ് ആദ്യം പറഞ്ഞ ഉത്കൃഷ്ടമായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ഉത്കൃഷ്ടമായ ചിന്തകൾക്ക് നേരെ വിപരീതമായ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ ഇതേ ദുർഗന്ധം നമ്മളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളൊരാശയം ടീച്ചർ കുട്ടികൾക്ക് പകർന്നു കൊടുത്തത് വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. ഈ ഒരു കഥയിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ കഴിഞ്ഞകാല ഓർമ്മകൾ അത് നെഗറ്റീവ് ആണെങ്കിൽ അത് നമുക്ക് തരുന്നത് ദുർഗന്ധമാണ്. ഈ പോസിറ്റീവ് ഓർമ്മകളെക്കാളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നത് നെഗറ്റീവ് ഓർമ്മകളാണ്. തീർച്ചയായിട്ടും നമ്മുടെ പങ്കുവയ്ക്കലുകൾ, കഴിഞ്ഞകാല ഓർമ്മകളിലെ നമ്മുടെ പങ്കുവയ്ക്കലുകളിലെല്ലാം ഇങ്ങനെയൊരു നെഗറ്റീവ് ചിന്തകളാണ് കൂടുതലും കിടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് തോന്നുന്നത് ഇതാണ്, നമ്മുടെ ആ ഇന്നലകൾ കഴിഞ്ഞു പോയി, അതെ, നാളുകൾ നമുക്കറിയത്തില്ല. നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്നെന്ന് പറയുമ്പോൾ ഈ നിമിഷം, വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നുണ്ട്, ഒരു നിമിഷത്തിൻ്റെ കൃപ.
ഈ നിമിഷത്തിന്റെ കൃപയാണ്. കറക്റ്റ്. ഈ നിമിഷം, ഓരോ നിമിഷത്തിനും അതിന് കൃപയുണ്ട്. ഈ കൃപ നമ്മൾ നേടിയെടുത്തില്ലെങ്കിൽ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുക. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് മാറിയിട്ട് ബി ഇൻ ദ പ്രസന്റ്, ഇന്നിൽ ജീവിക്കാൻ, ഈ നിമിഷത്തിൽ ജീവിക്കാൻ സാധിച്ചാൽ എനിക്ക് തോന്നുന്ന നമ്മുടെ ഈ ഒരു ദുർഗന്ധത്തിൽ നിന്ന് നമുക്ക് മാറ്റാൻ സാധിക്കുന്നു. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, കുട്ടികൾ പറയുന്നത് എന്നെ എല്ലാവരും മാറ്റുന്നു. എന്നെ എല്ലാവരും മാറ്റുന്നു. അത് കുട്ടികളുടെ ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന ആ ദുർഗന്ധം കൊണ്ടാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അപ്പോൾ എന്നെ മാറ്റുന്നതിനേക്കാൾ ഉപരി ഞാൻ മാറ്റപ്പെടാൻ ഇടയാകുന്നു എന്നുള്ളൊരു ചിന്തയാണെങ്കിലോ വളരെ വളരെ പോസിറ്റീവായി പറഞ്ഞ പോലെ തന്നെ ഉത്കൃഷ്ടമായ ഒരു ആശയമാണത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ച അല്ലേ, നമ്മുടെ ഈ ഒരാഴ്ച മനസ്സിൻ്റെ ക്ലീനിങ് അത് കൂടുതലൊന്ന് ഫോക്കസ് ചെയ്യാൻ, നമ്മളുടെ ചിന്തയെ ശുദ്ധീകരിക്കാനുള്ള സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. നിൻ്റെ ചിന്ത എങ്ങനെയോ അതുപോലെ നിൻ്റെ സന്തോഷം എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മളുടെ ചിന്തകൾ ഈ ആഴ്ച നമുക്ക് വിശുദ്ധീകരിക്കാം. ചിന്തയുടെ കൃത്യമായ ഒരു ക്ലീനിങ് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ബുദ്ധിയും ഓർമ്മയും മനസ്സും ശുദ്ധമാക്കിക്കൊണ്ട് ഒരു നല്ല ഉത്കൃഷ്ടമായ ചിന്തകളുള്ള വ്യക്തിത്വങ്ങളായി രൂപപ്പെടാൻ ഈ ഒരു ക്രിസ്മസ് ഒരുക്കം നമുക്ക് സാധിച്ചാൽ വളരെ നന്നായിരിക്കും. അതെ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ചിന്തയുടെ ശുദ്ധി, മനസ്സിൻ്റെ പവിത്രത, ഉത്കൃഷ്ടമായ ചിന്തകളുടെ ഒരു സമാഹാരമായിട്ട് നമ്മളൊക്കെ മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.